എല്ലാവർക്കും പ്രശാന്ത് സായി വ്ളോഗ്സിൻ്റെ അടുത്തൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് പുനലൂരാണ്, ചെമ്മന്തൂർ ഭാഗത്താണ്. ഇവിടെ കേക്കിന് വേണ്ടി മാത്രമായിട്ടൊരു ഷോപ്പ് നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പുറകെ കാണുന്ന ഷോപ്പാണ്. നമ്മുടെ ഷോപ്പിൻ്റെ പേര് അർസു കേക്ക് സ്റ്റുഡിയോ എന്നാണ്. കേക്ക്സ് ആൻഡ് ഡെസേർട്ട് എന്ന് പറഞ്ഞ സ്റ്റുഡിയോ ആണ്. പുനലൂരാണ്. പുനലൂരിൽ നിന്ന് ചെമ്മന്തൂരോട്ട് പോകുന്ന വഴിക്കാണ് ഷോപ്പുള്ളത്. നമ്മുടെ രാംരാജ് തിയേറ്ററിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ ഷോപ്പ് വരുന്നത്. എന്തായാലും നമുക്ക് ഷോപ്പിൽ കയറി കൂടുതൽ വിശേഷങ്ങൾ അറിയാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഷോപ്പിലെ ഓരോരുത്തർ സ്റ്റാഫിന് ഓരോരുത്തരെ പരിചയപ്പെടാം. ഒപ്പം തന്നെ ഫ്ലേവേഴ്സും കാര്യങ്ങളൊക്കെ സ്പെഷ്യലായിട്ട് ഇവിടെ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഹലോ ബ്രോ, പേരെങ്ങനെ? എവിടെയാ സ്ഥലം? എവിടെയാ? ഇവിടെ നിങ്ങളിപ്പം എത്ര സ്റ്റാഫുണ്ട്? ഫുള്ള് എത്ര പേരുണ്ടാവും? 10 പേര്. ബ്രോ പേരെങ്ങനെ? പേര് അജിത്ത്. എവിടെയാ സ്ഥലം? എവിടെയാ? അഗസ്റ്റിക്കോട്, അഞ്ചൽ. നേരത്തെ എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടോ അതോ ഫസ്റ്റ് ടൈമാണ്? അഞ്ചൽ ഫസ്റ്റ് ഷോപ്പിലുണ്ടായിരുന്നു.
ചേച്ചി ചേച്ചി പേരെങ്ങനെ? എവിടെയാ ചേച്ചി സ്ഥലം എവിടെയാ? ചേച്ചി ഇവിടെ ഇപ്പം എങ്ങനെയുണ്ട് തിരക്കും കാര്യങ്ങളൊക്കെ? ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഫ്ലേവേഴ്സ് ഉള്ളത്? ഒന്ന് പ്രേക്ഷകരൊന്ന് പറയാമോ? കേക്കിൻ്റെ തന്നെ 50-ൽ പുറത്ത് ഫ്ലേവേഴ്സ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഡെസേർട്ടുകളുണ്ട്. അതിനകത്ത് കുനാഫ, അറബിക് ഡെസേർട്ടുകൾ, അതിനകത്ത് കുനാഫയൊക്കെ വരുന്നുണ്ട്. കുനാഫയുടെ തന്നെ പലതരം ഫ്ലേവേഴ്സ് വരുന്നുണ്ട്. നമുക്ക് അസോർട്ടഡ് കുനാഫയുണ്ട്, എക്സോട്ടിക് ക്ലാസിക് എന്ന് പറഞ്ഞ് 2 സെറ്റ് 4 ഫ്ലേവേഴ്സ് വരുന്ന കുനാഫകളുണ്ട്. പിന്നെ ഐസ്ക്രീമിൻ്റെ കേക്ക് ഡെസേർട്ടുകളുണ്ട്. ഇതൊക്കെ അറബിക് ഡെസേർട്ടുകളാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതാണ്. പിന്നെ ഐസ്ക്രീമിൻ്റെ കേക്ക് ഡെസേർട്ടുകൾ അതിപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഐസ്ക്രീം, കേക്ക് ഷവർമ, ഡെത്ത് ബൈ ചോക്ലേറ്റ്, സിസ്ലിംഗ് ബ്രൗണി, ഇങ്ങനത്തെ ഐറ്റങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയാണ് റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? ജസ്റ്റ് ഒന്ന്. ക്രിസ്മസിൻ്റെ ഓഫറായിട്ട് കേക്കുകൾക്ക് ഡിസ്കൗണ്ട് ഉണ്ട്. ജനുവരി 5 വരെ കേക്കുകൾക്ക് ഡിസ്കൗണ്ട് ഉണ്ട്. ജനുവരി 5 വരെ അല്ലേ? 5 വരെ. ഓക്കെ. ഇത് നമ്മുടെ ഫസ്റ്റ് ബ്രാഞ്ച് ആണോ അതോ? അല്ല, ഇത് നമ്മുടെ സെക്കൻഡ് ബ്രാഞ്ചാണ്. ഫസ്റ്റ് ബ്രാഞ്ച് ആയിട്ട് എവിടെ സ്റ്റാർട്ട്? ബ്രാഞ്ച് അഞ്ചലുണ്ട്. അഞ്ചൽ അഗസ്തിക്കോട് അമ്പലമൊക്കെ ഉണ്ട്. അതും കേക്കിന് വേണ്ടി മാത്രമുള്ള പുതിയ ഷോപ്പ് അല്ലേ? ഡെസേർട്ടിന് വേണ്ടി ഡെക്കറേഷൻസ് എല്ലാം ഉണ്ട്. ഒന്ന് വിശദീകരിക്കാമോ? എന്തൊക്കെയാണ് സംഭവം എന്നൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാം. ഇതൊക്കെ നമ്മുടെ ഫ്രഞ്ച് ഡെസേർട്ടുകളാണ്. പലതരം ഫ്രഞ്ച് ഡെസേർട്ടുകൾ, ഫ്രഞ്ച് മൂസ്, ഇതൊക്കെ അതായിരിക്കും കേട്ടോ. പിന്നെ ഫിൽഡ് ഡോണറ്റ്സ് ഉണ്ട്. ഏറ്റവും മുകളിൽ ഫിൽഡ് ഡോണറ്റ്സ്, ന്യൂട്ടല്ല, കസ്റ്റാർഡ്, പിന്നെ ആൽമണ്ട് ഫിൽഡ് ഡോണറ്റ്സ്. അത് ആൽമണ്ട് ഫിൽഡ് ഡോണറ്റ്സ്, ഇത് ന്യൂട്ടല്ല ഫിൽഡ്, ഇത് കസ്റ്റാർഡ് ഫിൽഡ് ഡോണറ്റ്. പിന്നെ ഇതെല്ലാം ഫ്രഞ്ച് പേസ്ട്രീസ്, ഫ്രഞ്ച് ഡെസേർട്ടുകളും ഫ്രഞ്ച് പേസ്ട്രീസും ഉണ്ട്. പിന്നെ ഫ്രഞ്ച് മൂസും ഉണ്ട്. ഫ്രഞ്ച് ഡെസേർട്ട് തന്നെ പലതരം ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഫ്രഞ്ച് മൂസാണ്. സ്ട്രോബെറിയുടെ ഉണ്ട്, ബ്ലൂബെറി, പിന്നെ പൈനാപ്പിൾ ഫ്രഞ്ച് മൂസ്, പിന്നെ സ്ട്രോബെറിയുടെ ഡെസേർട്ട്, പിന്നെ ക്യാരമൽ ഫ്രഞ്ച് ഡെസേർട്ട്, ചോക്കോ സിംഫണി ഫ്രഞ്ച് ഡെസേർട്ട്, കാൽബർട്ട് ഫ്രഞ്ച് ഡെസേർട്ട്. ഫ്രഞ്ച് ഡെസേർട്ടുകളൊക്കെ 230 വരും. പിന്നെ അതൊക്കെ ഫ്രഞ്ച് ഡെസേർട്ടുകൾ, അതൊക്കെ 230. പിന്നെ ഈ ഫ്രഞ്ച് പേസ്ട്രി, ഇത് ഒപ്പേറ എന്ന് പറഞ്ഞിട്ട് ഫ്രഞ്ച് പേസ്ട്രി 190. ഈ മൂസ് 130 വെച്ചിട്ട് വരും. പിന്നെ പൈനാപ്പിളിന് 100 വരും. ഗ്രാമിൻ്റെ 800 ഗ്രാമിൻ്റെത്, റിച്ചിൻ്റെതും നോർമലും ഉണ്ട് കേട്ടോ. ഇപ്പം ഞാൻ കുറച്ച് ഐറ്റംസിൻ്റെ വില നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇത് ബേക്കിംഗ് കേട്ടോ, ഭയങ്കര പ്രൊഫഷണലായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് എന്തായാലും നോക്കാം. ഇത് പുറത്തേക്കുള്ള ഡെലിവറിക്ക് വേണ്ടി റെഡിയാക്കി വെച്ചേക്കുന്നതല്ലേ? ഏതാ ഇത്? ഇവിടെ ഉണ്ട്. പിന്നെ അല്ലാതെ ഡെലിവറിക്ക് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കും. ഇത് നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടെ നിന്നാണ് നമുക്ക് കേക്കും കാര്യങ്ങളൊക്കെ ബേക്ക് ചെയ്ത് ഇവിടുന്ന് ബേക്ക് ചെയ്തിട്ടാണ് അടുത്ത സ്ഥലത്തേക്ക് അത് പോകുന്നത്. അവിടെയാണ് പിന്നെ ഫുള്ള് ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്.
നമ്മൾ കേക്ക് കഴിച്ചിട്ടില്ലേ ഉള്ളൂ, ഇനി കേക്ക് ഉണ്ടാക്കുന്ന രീതി ഒന്ന് കാണണ്ടേ. അതെങ്ങനെയാണ് ഇത്ര വലുപ്പതി വരുന്നതാണ്, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കുന്നത്, അത് നമുക്കൊന്ന് കാണാം. ഇവിടുത്തെ പ്രൊഫഷണൽ മേക്കർ. നമുക്ക് ഇതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഊരങ്ക തമിഴ്നാട്, ചെന്നൈയാ? இது வந்து என்ன ஃப்ளேவர் பண்ணிட்டு? ஒயிட் ஃபாரஸ்ட் பண்ணிட்டு എത്ര kg? 2 kg? 3 kg. നമുക്കിത് എങ്ങനെ ചെയ്തെന്ന് പുള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്ത് തരും. 2 kg ஒயிட் ஃபாரஸ்ட் கேக்கு. ஒயிட் ஃபஞ்சான எடுத்து அது 3 லேயரான கட் பண்ணி அதுல ஒரு லைட் ஒயிட் க்ரீம் அப்புறம் ஒயிட் சாக்லேட் கிரியேட் பண்ணி வச்சுட்டு அப்புறம் மில்க் மேடு எல்லாத்தையும் ஆட் ஆகிட்டு ஃபில்லிங் போட்டு லேயர் போட்டு வச்சு அதுக்கப்புறம் எடுத்து ஒரு 10 மினிட் ரெஸ்ட் ஆக்கிட்டு அதுக்கப்புறம் ப்ரிப்பேர் பண்ணேன். ஓகே. அப்புறம் இது வந்து ஆல்மண்ட். ஓ பானியா ஆல்மண்ட் பண்ணுறது. அப்புறம் இது 1 kg. 1 kg. ഇത് ആൽമണ്ടിൻ്റെ 1 kg കേക്കാണ്. ആൽമണ്ട് അല്ലേ? ഹണി ആൽമണ്ടിൻ്റെ 1 kg കേക്കാണ്. അങ്ങനെ അതേപോലെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് കേക്ക്സ് നമുക്കിവിടെ പ്രിപ്പയർ ചെയ്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ആ 3 കേക്ക് പീസിൻ്റെ മണ്ടയിൽ വീണ്ടും ക്രീം തേക്കുക അല്ലേ? വീണ്ടും ക്രീം തേക്കുകയാണ്, ഡിസൈൻ ചെയ്യുക. ഇനിയിപ്പോൾ ഡിസൈനിങ് ആണ് ചെയ്യുന്നത്. ബ്ലാക്ക് ഫോറസ്റ്റ് ആകുമ്പോൾ ഏതായിരിക്കും ഉപയോഗിക്കുക? பிளாக் ஃபாரஸ்ட் சேம் க்ரீம், விப்பிங் க்ரீம் உள்ள வந்து பிளாக் ஃபாரஸ்ட் அப்புறம் மில்க் மேட் அண்ட் ഫില്ലിംഗ് ആയിട്ട് അപ്പൊ സെയിം ഇതേ അപ്പോൾ അത് ഈ ബ്ലാക്ക് വരാനായിട്ട് അതൊരു ഫഞ്ച് ആടാണ്. ഫഞ്ച് ആടും അല്ലേ? ഫഞ്ച് ആണ് ടേസ്റ്റ്. അതൊരു ചോക്ലേറ്റ് ഫഞ്ചാണ് വരും ബ്ലാക്ക് ഫോറസ്റ്റ്. ചോക്ലേറ്റ് ഫഞ്ച് ഉള്ള ലെയർ അതே 3 லேயர் ஆக்கி அந்த ஃபஞ்சில் வந்து அந்த 3 லேயரில் வந்து ஒயிட் க்ரீமு அப்புறம் சாக்லேட் ஃப்ளேக்ஸு அப்புறம் மில்க் மேடு. அது ப்ரீமியமாக பண்ணோம்னா அந்த சாக்லேட் கொஞ்சம் பட்டர் ஸ்காட்ச் நட்ஸு, கேஎஃப்சி நட்ஸு, கொஞ்சம் மில்க் மேடு, அதே சாக்லேட் சாப் பண்ணி சாக்லேட்டில் போட்டு லேயர் ஆக்கிட்டு அப்புறம் டிசைன். ഇതെന്താ നമ്മൾ ആഡ് ചെയ്യുന്നത്? இது ஒயிட் சாக்லேட். ஒயிட் சாக்லேட் கிரியேட் பண்ணது வந்து சைடில் அப்ளை பண்ணி டெக்கரேஷன் பண்ணுறோம். ഇത് വൈറ്റ് ചോക്ലേറ്റ് ആണ്. ഇത് നമ്മൾ സൈഡിൽ പേസ്റ്റ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്യാണ്. വൈറ്റ് ഫോറസ്റ്റ് എന്നിവിടെ ഫുള്ള് പണിയും കഴിഞ്ഞാണ് റെഡി ആയിട്ടുണ്ട് കേട്ടോ.
ബ്രോ ഇത് സെയിം ഫ്ലേവർ ആണ്? ഇത് ബട്ടർ സ്കച്ച്. ബട്ടർ സ്കാച്ചാ? ഓക്കെ ഓക്കെ. ഇത് നമ്മൾ ബട്ടർ സ്കോച്ചിൻ്റെ കേക്കാണ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മൾ റെഡിയാക്കി വെച്ചാണ്ട് ഡിസൈൻ ചെയ്യാൻ പോവാം. ഇത് ബട്ടർ സ്കോച്ചിൻ്റെ, ഇത് വൈറ്റ് ഫോറസ്റ്റ്, ഇത് ഹണി ആൽമണ്ടിൻ്റെ ആണ്. നമ്മൾ നേരത്തെ ആദ്യമേ കണ്ട കേക്കാണ്. ബ്രോ ഇതെല്ലാം നമ്മുടെ ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ തന്നെയല്ലേ? ചോക്ലേറ്റിൽ നമ്മൾ ഡിസൈൻ ആക്കി വെച്ചത് ഇതെല്ലാം. ഓ ശരി. ചോക്ലേറ്റ് മെൽറ്റ് ആക്കിയിട്ട് ടേബിൾ ടെമ്പറേച്ചർ എടുത്ത് ഇത് ചോക്ലേറ്റ് കൂടെ இந்த மாதிரி ഡിസൈനിൽ പണി വെച്ചിട്ടുണ്ട്. ഇത് മൊത്തം ചോക്ലേറ്റിൻ്റെ ഡിസൈൻസാണ്. ചോക്ലേറ്റ് പല ടൈപ്പിൽ ഡിസൈൻ ചെയ്തിട്ട് ടെമ്പറേച്ചറിൽ അതിനെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ചേച്ചിയുടെ പേരെങ്ങനെയാ? എവിടെ സ്ഥലം? ഇവിടെ തന്നെയാണോ സ്ഥലം? ഇതിപ്പം സ്ക്രബ് ചെയ്യും, ഇതിനു വേണ്ടി കേക്കിന് വേണ്ടി സ്ക്രബ് ചെയ്തെടുക്കുവാണോ? കേക്ക് എല്ലാം ഫുള്ള് സെറ്റായിട്ട് ഡെലിവറിക്ക് വേണ്ടിയാണ് സെറ്റായിട്ടിരിക്കുക കേട്ടോ. നമുക്ക് ഈ ഷോപ്പിൻ്റെ ഓണറിനെ നമുക്കിന്ന് പരിചയപ്പെടാം. അതിൻ്റെ പേര് സുബിൻ എന്നാണ്. സുബിൻ ചേട്ടാ, ഇത് രണ്ടാമത്തെ ഷോപ്പാണ്. രണ്ടാമത്തെ ഷോപ്പാണ് നമ്മുടെ. ഫസ്റ്റ് ഷോപ്പ് മെയിൻ ബ്രാഞ്ച് നമ്മുടെ അമ്പലമുക്ക് ജംഗ്ഷനിലാണ്. ഇതിപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഷോപ്പാണ് ഇവിടെ ഉള്ളത്. പുനലൂർ രാംരാജ് തിയേറ്ററിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഇവിടെ നമുക്ക് മെയിനായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കഫേ സെറ്റപ്പിലാണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത്. ഇപ്പം മെയിനായിട്ട് നമ്മുടെ ലൈവ് കേക്ക് ഉണ്ട്, നമുക്ക് ഡിസൈനർ കേക്കുകളാണ് മെയിൻ. നല്ല ഏത് മോഡൽ കേക്കുകളും നമ്മൾ ചെയ്ത് കൊടുക്കുന്ന ഒരു ഡിസൈനർ കേക്കുകളാണ്. പിന്നീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരുപാട് വെറൈറ്റി ഡെസേർട്ടുകളാണ്. കേക്കിൻ്റെ ഡെസേർട്ട് ഉണ്ട്, ഐസ്ക്രീം ഡെസേർട്ട്സ് ഉണ്ട്, അറബിക്ക ഡെസേർട്ട്സ് ഉണ്ട്, കുനാഫ ഡെസേർട്ട്സ് ഉണ്ട്, ഡോണറ്റ്സ്, പല പല ഐറ്റംസ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് കൂടാതെ ബർത്ത്ഡേ ഡെക്കറേഷൻസ് ഐറ്റംസ് ഉണ്ട്.
പിന്നെ ഇവിടെ നമുക്ക് കേക്ക് ബർത്ത്ഡേക്ക് കട്ട് ചെയ്ത് കേക്ക് കട്ടിങ്ങിനുള്ള ഒരു സ്പെഷ്യൽ റൂം നമ്മളുടെ ഒരുക്കിയിട്ടുണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മെയിനായിട്ടുള്ള. അപ്പം ഡെസേർട്ടിലുള്ള മെനു ഐറ്റംസുകൾ എല്ലാം ഇവിടെ നമുക്ക് അവൈലബിൾ ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഓരോ ഐറ്റംസായിട്ട് എല്ലാം സ്പെഷ്യൽ ഐറ്റംസുകളാണ്. അപ്പോൾ എല്ലാവരും വരിക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇപ്പം ക്രിസ്മസ് സീസണാണ്, നല്ല രീതിയിലുള്ള ഓഫറും കാര്യങ്ങളും എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. 20% ഡിസ്കൗണ്ടുകളുണ്ട് ഇവിടെ നോർമൽ റേറ്റിൽ നിന്ന്. പിന്നെ പ്ലം കേക്കുകൾക്കെല്ലാം ഓഫറുകളുണ്ട്. സ്ഥാപനങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് വേറെയുണ്ട്. അപ്പോൾ ഓക്കെ, എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും തുടർന്നും ഉണ്ടാവണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു. അഞ്ചൽ അമ്പലമുക്കിൽ ജംഗ്ഷനിൽ തന്നെ ലെഫ്റ്റ് സൈഡിൽ കാണാം അർസു കേക്ക് സ്റ്റുഡിയോ. അമ്പലം അഗസ്തക്കോട് കഴിഞ്ഞിട്ട് അമ്പലമുക്ക് ജംഗ്ഷൻ, അത് കഴിയുമ്പോഴാണല്ലോ ടൗണിലോട്ട് കയറുന്നത്. അതിന് തൊട്ട് മുമ്പാണ് ലെഫ്റ്റ് സൈഡിൽ കാണാം അർസു കേക്ക് സ്റ്റുഡിയോയുടെ. ഓർമ്മയെല്ലാം അവിടെയാണുള്ളത്. അപ്പം എല്ലാവിധ ആശംസകളും നേരുന്നു. ആദ്യത്തെ ബ്രാഞ്ച് അഞ്ചൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ രണ്ടാമത്തെ ബ്രാഞ്ച് പുനലൂർ ചെമ്മന്തൂർ റോഡിലാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം ഷോപ്പ് വിസിറ്റ് ചെയ്യുക. അപ്പം എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പം വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുടെ നമുക്ക് കാണുന്നവരായിരിക്കും. ബൈ.